ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡിന്നർ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ചട്നിയും പിന്നെ ചക്കച്ചില്ലിയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കച്ചില്ലിയാണ്. അപ്പോൾ അതിന് വേണ്ടി കടച്ചക്കയാണ് വേണ്ടത്. അപ്പോൾ അത് മുകളിലുള്ള തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇനി അതങ്ങ് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് പകുതി സവാള, ഒരു ചെറിയ തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നല്ല ജീരകം ചേർക്കണം. അപ്പോൾ ആദ്യം എൻ്റെ ഇടാൻ മറന്നുകൊണ്ട് പിന്നെ അതിട്ടിട്ട് അരച്ചെടുത്തതാണ്. 5-6 വറ്റൽമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് അരച്ചെടുത്ത മിക്സ് ചക്കയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി വേണ്ടത് പകുതി ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് അരച്ച് വെച്ച അരിയുള്ളതുകൊണ്ട് അതങ്ങ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ ഏകദേശം 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് കൈവച്ച് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം കുറേശ്ശെ ഇട്ടിട്ട് നല്ലപോലെ വറുത്ത് കോരിയെടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് ഈവനിങ് സ്നാക്സായിട്ട് ഉപയോഗിക്കാം. പിന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ചക്ക മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു സവാള ഇട്ട് നല്ലപോലെ അങ്ങ് മൊരിച്ചെടുക്കാം. അപ്പോൾ വല്ലാണ്ട് അങ്ങ് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങ് മൊരിഞ്ഞിട്ടണ്ട, നല്ലപോലെ അങ്ങ് വാടി കിട്ടിയാൽ മതി. ഇതുപോലെ ഇനി നമുക്കിത് കോരി മാറ്റാം. ചക്കയിലോട്ടിട്ട് കൊടുക്കാനാണ്. അപ്പോൾ ചോറിനായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉള്ളി വാട്ടിയിട്ടിട്ട് കൊടുക്കുന്നത്. അല്ലാണ്ടാവുമ്പോൾ ഉള്ളിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി വാട്ടിയതും കൂടി വരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തക്കാളി ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് വറ്റൽമുളകും 2 പച്ചമുളക് കീറിയതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നല്ലപോലെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പകുതി സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ സവാള ആയതുകൊണ്ട് പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ അങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള ഒക്കെ നല്ലപോലെ അങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 5 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ അങ്ങ് വാട്ടി കൊടുക്കാം. അപ്പോൾ തക്കാളി നല്ലപോലെ വാടി ഉടഞ്ഞു കിട്ടണം, എന്നാലേ ചട്നി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തക്കാളി നല്ലപോലെ വാടി ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പൊടികൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വറ്റി വരണം. അപ്പോഴേക്കും നമുക്കിനി നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുക്കറിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചൂടായി വരുമ്പോൾ അതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകവും 2 കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും ഒരു പകുതി ചെറുനാരങ്ങയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പൊരിച്ച് വെച്ച ഉള്ളിൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി അരി ഇട്ട് കൊടുത്ത് 2 വിസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 വിസിലടിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വിസിലൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി അതിലോട്ടേക്ക് കുറച്ച് മല്ലിച്ചപ്പും ഉള്ളി പൊരിച്ചതും ഇട്ടെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ വാഴൻ്റെ ഇലയോട്ടേക്ക് നല്ല ചൂടുള്ള നെയ്ച്ചോറും നല്ല ചക്കച്ചില്ലിയും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ചക്കച്ചില്ലിയും കൂടി കഴിക്കാൻ. ഇനി അതിലോട്ട് അടിപൊളി ചട്നിയും ഇനി കുറച്ച് തുറമാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്.